വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണോ? ആദൂട്ടിക്ക് സുഖമാണ്, അമ്മയ്ക്ക് സുഖമാണ്. പിന്നെ ചേച്ചിയും ചേട്ടനും സ്കൂളിൽ പോയി അല്ലേ മോനെ? ചേച്ചി ചേട്ടന് സ്കൂളിൽ പോയി. ഏറ്റവും വലിയൊരു സന്തോഷ കാര്യം എന്ന് പറഞ്ഞാൽ ആദൂട്ടി ആന്ന് പറയാൻ തുടങ്ങി. നന്ന വ്യക്തമായിട്ട് ആന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതെ, ചേച്ചിയും ചേട്ടനും സ്കൂളിലൊക്കെ പോയി. ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുവാണ് കേട്ടോ. അപ്പം അല്ലേ, അതെ, ഞങ്ങൾ ഫിസിയോതെറാപ്പിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുവാണേ. അതെ, ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ എന്തിനാണ് കേക്ക് ഉണ്ടാക്കിയെന്ന്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ കേക്ക് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ 15K ആയിട്ടുണ്ട്. അപ്പം ഒരുപാട് സന്തോഷമാണ് കേട്ടോ. നമ്മുടെ കുടുംബം വലുതാവുന്നതിൽ ഒരുപാട് സന്തോഷമാണ്. ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള മക്കളുടെ അമ്മമാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ കുഞ്ഞാവയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം നമ്മളെ എല്ലാവരും വിളിക്കാനും പറയാനും ഒക്കെ തുടങ്ങി. ഒരുപാട് സന്തോഷം കേട്ടോ. അല്ലേ? അത് ഒരുപാട് ഒത്തിരി എന്ന് പറയാം, കുറ്റപ്പെടുത്തലും എല്ലാം കേട്ടിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ഒത്തിരി കുറ്റപ്പെടുത്തൽ കേട്ടു കേട്ടോ. ഒരുപാട് കുറ്റപ്പെടുത്തൽ കേട്ടിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമ്മൾ തുടങ്ങിയപ്പോൾ ആരുമില്ലായിരുന്നു. നമ്മൾ കുറച്ച് പേരെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പം കുറേ മാരണങ്ങൾ നമ്മളെ ഇങ്ങോട്ട് പിടിച്ച് നമ്മുടെ തലയെ വന്ന് പെട്ടായിരുന്നു കേട്ടോ. ഏറ്റവും അവസാനം തലേന്ന് അതുങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോയപ്പോഴാണ് നമുക്ക് സമാധാനമായത്. കുറേ എണ്ണങ്ങൾ നമ്പർ അന്വേഷിച്ച് പിടിച്ചു ഒക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നമ്മുടെ തലേന്ന് ഒന്ന് ഒഴിഞ്ഞു പോയപ്പോഴാണ് നമുക്ക് സമാധാനമായത്. അപ്പോൾ തൊട്ട് നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ. അന്നേരം തൊട്ടാണ് ഞങ്ങൾ കുറച്ചും കൂടി നമ്മളെ അതിട്ടി കളിക്കുന്നു. നമ്മൾ കുറേ പേര് നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു പടി കയറി ജയിച്ചു പോകാനുള്ളത്. നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണേലും 2 മാർക്ക് ഒരാളെക്കാളും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് ആ 2 മാർക്ക് മേടിക്കാൻ നമ്മളെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നടക്കും. അപ്പം അങ്ങനെ ഒരു കാര്യത്തിലൂടെ നടന്നു വന്നിട്ട് നമ്മൾ മേടിച്ചതാണിപ്പം. അപ്പോൾ ഒരുപാട് സന്തോഷമാണ്. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിനും നമ്മളെല്ലാവരും വിളിച്ച് ആദൂട്ടിനെ അന്വേഷിക്കുന്നതിനും. ആദൂട്ടിക്ക് ഗിഫ്റ്റ് വരുന്നുണ്ട്. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമാണ്. നമ്മുടെ കാര്യം എല്ലാവരും അന്വേഷിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ആരും അറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങളെ ആരും അറിയത്തില്ലായിരുന്നു. ആദൂട്ടി, ഞങ്ങൾ ഞങ്ങളുടേതായ ഫാമിലിയിൽ ഒതുങ്ങി കൂടിയതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് യൂട്യൂബ് തുടങ്ങിയത്. യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴും കുറഞ്ഞ് ഒരു 1K പോലും ആകുമോയെന്ന് എനിക്കൊരു സംശയത്തിൻ്റെ പുറത്ത് ഞാൻ തുടങ്ങിയതാണ് കേട്ടോ. 1K ചാനൽ പോലും വീഡിയോ ഇതുപോലും നമുക്ക് സബ് പോലും നമുക്ക് ആകുമോയെന്ന് എനിക്കൊരു സംശയത്തിൻ്റെ പുറത്താണ് നമ്മൾ തുടങ്ങിയത്. തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 2K ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് മാരണങ്ങൾ വന്ന് നമ്മുടെ തലയിൽ പെട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് പോയപ്പോഴാണ് സമാധാനമായത്. പിന്നെ ഞാൻ ആദൂട്ടിനെ വെച്ച് തെണ്ടിയോ പിച്ചെടുത്തോ എങ്ങനെയും ജീവിച്ചോളും, ആരും അന്വേഷിക്കാൻ വരണ്ട കേട്ടോ. നെഗറ്റീവ് പറയുന്നവരാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ അവരില്ല. അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അത്രയ്ക്ക് സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു പ്രതീക്ഷയായിട്ട് തുടങ്ങിയ ചാനലാണ്. അപ്പോൾ അതൊരു 15K ആകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത് എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് വന്നവരല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ആദൂട്ടീനെ ഇഷ്ടപ്പെട്ട് നമ്മുടെ ആദൂട്ടീനെ സപ്പോർട്ട് ചെയ്ത് വന്നവരാണ് എല്ലാവരും. ആദൂട്ടി കമൻറ്റൊക്കെ വരുമ്പോഴേ ഞാൻ വായിച്ചു കൊടുക്കും കേട്ടോ. ആദൂട്ടി ഇങ്ങനത്തെ കമൻറ്റ് വന്നു എന്നൊക്കെ അമ്മ വായിച്ചല്ലേ. ആദൂട്ടിക്ക് ഇന്നലെ കേക്കൊക്കെ മുറിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഇന്നലെ കേക്ക് ഉണ്ടാക്കിയത് ഫിസിയോതെറാപ്പി സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് നമ്മൾ 15K അതിൻ്റെ മുറിക്കാനായിരുന്നു. നമ്മൾ വീട്ടിലുണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ കേക്കൊക്കെ മുറിച്ചു. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് നടുക്കിടാം കേട്ടോ. ഒരുപാട് സന്തോഷം. കാരണം അവിടുത്തെ മക്കളും നമ്മളും ഒക്കെ ആയിട്ട് അങ്ങനെ മുറിക്കുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പകുതി ഭാഗം ചിലവഴിക്കുന്നത് ഫിസിയോതെറാപ്പി സെൻറ്ററിലാണ് കേട്ടോ. അതെ, അതുകൊണ്ട് ഇപ്പോൾ കൂടെ വർത്താനം പറയും. അതന്നെ വലിയൊരു സമാധാനമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ്. കരണ്ട് പോയപ്പോൾ ഒരു വെട്ടം വാങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ആവുള്ളൂ. നമുക്ക് ഡോളറൊന്നും ആയിട്ടില്ല കേട്ടോ. കാരണം എല്ലാവർക്കും അറിയാം, ഞാൻ ലൈവൊന്നും അങ്ങനെ കയറുന്നില്ല. അപ്പോൾ ഡോളറൊന്നും നമുക്കായിട്ടില്ല. മെല്ലെ ആകും. അത് ടെൻഷനില്ല. കാരണം മോണിറ്റേഷനൊക്കെ ഓണാക്കി
ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ, ഒരുപാട്. നാളത്തെ നോക്കട്ടെ, ഞാൻ പറയാം ഞാൻ എങ്ങനെയാണ് മോണിറ്റേഷൻ ആയെന്നൊക്കെ ഞാൻ പറയാം. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ, ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി ചീത്തപ്പേര് കേട്ടു, എല്ലാം കേട്ടിട്ടാണ് ഇവിടം വരെ എത്തിയത്. പിന്നെ എല്ലാത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും, അങ്ങനെ തന്നെ ഞാൻ എടുക്കുന്നുള്ളൂ. എല്ലാത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. ഇനി നമ്മുടെ തലയിലേക്ക് ആരും വന്ന് പിടിയല്ല കേട്ടോ, അത് ഞാൻ നോക്കിയും കണ്ടുമാണ് എനിക്ക് നിൽക്കുള്ളൂ. അങ്ങനെ എൻ്റെ തലയിലേക്ക് ആരും വന്ന് പിടിയല്ല. കാരണം ഒരു മനുഷ്യനെ സഹായിക്കാനും പോകത്തില്ല കേട്ടോ, ഒരു മനുഷ്യത്തില്ല. ചൂട് കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ അതാണ് കേട്ടോ, സഹായിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. കാരണം ഞാൻ ഈ ഫിസിയോതെറാപ്പിക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് ആദ്യത്തെയും കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുമാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഇടുന്നതൊക്കെ. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരുപാട് സമയക്കുറവൊക്കെ വരാറുണ്ട്. വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വീഡിയോ ആണ് നമ്മളിടുന്നത്. പക്ഷേ ആൾക്കാർ പറയും, ചേച്ചി ആദൂട്ടി ആദൂട്ടിക്ക് എന്താ രാവിലത്തെ ഭക്ഷണം എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഞാൻ, നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ 12 മണിയായിട്ട് വിചാരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് അയക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ നമ്മളെ കാത്തിരിക്കാനും നമ്മുടെ വീഡിയോ കാണാനും. നമ്മുടെ എന്നെയല്ല കേട്ടോ, എൻ്റെ ആദൂട്ടീനെ, നമ്മുടെ ആദൂട്ടീനെ ഇഷ്ടപ്പെടാനൊക്കെ ഒരുപാട് പേരുണ്ടാവുന്നത് ഭയങ്കര സന്തോഷമാണ്. കാരണം അങ്ങനെയാണ് കേട്ടോ ആദൂട്ടിയുടെ കാര്യത്തിൽ. അല്ല മോനെ, അങ്ങനെയാണ്. അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവിടെ വെച്ചൊരു കേക്ക് മുറിച്ചതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് കാണാം കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങൾ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ നിന്ന് കേക്ക് മുറിച്ചത്. ആദൂട്ടിയും അപ്പൂസും കൂടിയാണ് മുറിക്കുന്നത്. മെയിൻ കഥാപാത്രം ആദൂട്ടിയും അപ്പൂസുമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദൂട്ടിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ അപ്പൂസിനെയാണ്. അപ്പൂസിനെ പല ഈ ഷോർട്സിലും എല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ. അപ്പം മാളുകൊച്ചിൻ്റെ കേക്കാണ്. നമ്മൾ കേക്ക് പുറത്തുനിന്ന് വാങ്ങണ്ടല്ലോ എന്ന് വെച്ചാൽ മാളുകൊച്ചാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു കേക്ക് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞില്ലായിരുന്നോ. അപ്പം ഇവർ 1 കെ ആയപ്പോൾ തൊട്ട് ഞാൻ പറയുന്നതാണ്, 10 കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു 15 കെ ആവട്ടെ എന്ന്. അങ്ങനെയാണ് കേക്ക് മുറിച്ചത്. നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല, എന്നാലും ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. ജീവിതത്തിൽ മിച്ചെന്ന് പറയാനും നമ്മുടെ സന്തോഷം എന്ന് പറയാനൊക്കെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ജീവിതത്തിൽ മുക്കാഭാഗവും ഈ മക്കളുടെ കൂടെയാണ് കേട്ടോ. ഫിസിയോതെറാപ്പി സെൻറ്ററിലാണ് നമ്മളെല്ലാവരും കൂടി. അപ്പോൾ എന്ത് ചെറിയ പരിപാടി വന്നാലും നമ്മളെല്ലാവരും ഹാപ്പി ആയിരിക്കും. അങ്ങനെയൊക്കെ ആദൂട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദൂട്ടിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൂസിന് കേക്കും കൊടുത്ത് അത് കഴിഞ്ഞ് ആദൂട്ടിക്ക് കൊടുത്തു. അപ്പോൾ അവർ പറയാം നല്ല ടേസ്റ്റ് ആ കേക്കിനെന്ന് പറയുമായിരുന്നു. മാളുകൊച്ചിന് കൊടുത്തപ്പോൾ മാളുകൊച്ചിനോട് പറഞ്ഞു വേണ്ടാന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേക്കിന്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആദൂട്ടിൻ്റെ പിറന്നാളിന് മാളുകൊച്ചി വീട്ടിലുണ്ടാക്കും കേട്ടോ കേക്ക്, അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. പിന്നെ പുറത്തൊന്നും എഴുതുകയൊന്നും ചെയ്തില്ല, വലിയൊരു ആഘോഷമൊന്നുമില്ല. തൽക്കാലത്തെ ഒരു കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണിക്കുള്ള കേക്കും പിന്നെ അപ്പൂസിന് ചേട്ടനുണ്ട് സോനുവിനുള്ള കേക്കൊക്കെ അവർ രണ്ടുപേരും കൂടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദൂട്ടി ഞങ്ങൾ ചാരുകസേരയായിരുന്നു കറങ്ങുന്നതിൻ്റെ സന്തോഷമാണ് ആദൂട്ടിക്ക്. അപ്പുറത്ത് നമ്മുടെ വേറൊരു കൊച്ചിൻ്റെ അമ്മയും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് മുറി ആഘോഷമൊക്കെ. മാളുകൊച്ചി സ്കൂളിൽ പോകാത്തതുകൊണ്ട് മാളുകൊച്ചും ഉണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ പോയി കേട്ടോ. അപ്പൂസിന് മാളൂസ് എടുത്ത് വായി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൂസ് കൈ കൊട്ടുവാണ്, ബർത്ത്ഡേയുടെ കേക്കല്ലേ, ഇപ്പോൾ അപ്പൂസ് കൈ കൊട്ടുവാണ് കേട്ടോ, ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ്. ഇത്രയൊക്കെയുള്ള നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്ററിലെ കേക്ക് മുറി. വോയിസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെല്ലാവരും കൂടി ഭയങ്കര വർത്താനമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അടിപൊളി കേക്കാട്ടോ, നല്ല കേക്കായിരുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇങ്ങനെയൊരു പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹം, ഞാൻ പറഞ്ഞു എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് കേക്ക് മുറിക്കണം എന്നൊക്കെ. പക്ഷേ നമ്മുടെ സാഹചര്യം കൊണ്ട് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് നമ്മളങ്ങ് അടിച്ച് പൊളിച്ചു കേട്ടോ. ഇന്നലത്തെ ഒരുപാട് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറച്ച്. ബാക്കി നാളെ ഫങ്ഷൻ ഉണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കേക്ക് മുറിയൊക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കേക്ക് മുറിച്ചതിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതുകൊണ്ട് ഇച്ചിരി ഒരു ഒച്ചപ്പാടാണ്. നമ്മുടെ കേക്ക് മുറിച്ചതിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അതാണ് ഞങ്ങളുടെ ലോകം. ആദൂട്ടി അപ്പൂസും കുറേ മക്കളും അടങ്ങുന്നതാണ് നമ്മുടെ ലോകം. ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. താഴെ എപ്പോഴും ഉള്ളൂ ചേച്ചി നെഗറ്റീവ് മൈൻഡ് ചെയ്യണ്ട. കാരണം ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയാം, ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീറ്റിട്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു പോയിട്ടാണ് ചെയ്ത് എൻ്റെ മക്കളെ സ്കൂളിലും പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും
വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഇടുന്നതും ഒക്കെ പറഞ്ഞില്ലേ വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വീഡിയോയും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തല അങ്ങോട്ട് ഇട്ടാക്കും കേട്ടോ. അപ്പുറത്ത് പണിയുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. കണ്ടൻറ്റും കാര്യങ്ങളും ഒന്നുമില്ലാത്ത വീഡിയോ ആണ്, സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയല്ലേ ആണ് കേട്ടോ. നമ്മളെ ഒരു 15,000 പേരൊക്കെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ കുടുംബം ഓരോ ദിവസവും ഇച്ചിരി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. നമ്മളെ പരമാവധി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെപ്പോലെയുള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ടത്. നെഗറ്റീവ് അടിക്കുന്നവർ നിങ്ങൾ ധൈര്യമായിട്ട് അടിച്ചോ. നിങ്ങളൊരു നെഗറ്റീവ് അടിക്കുമ്പോൾ എനിക്ക് 2 സ്റ്റെപ്പ് മുമ്പോട്ട് കയറാനാണ് തോന്നുന്നത്. നെഗറ്റീവ് അടിക്കുന്നവർ നെഗറ്റീവ് അടിച്ചോ. ഞാൻ തെണ്ടുവാന്നോ, പിച്ച തെണ്ടുവാന്നോ, മിണ്ടാപ്രാണീനെ വീട്ടിൽ തിന്നുവാന്നോ, അങ്ങനെയൊക്കെ എഴുതിയിട്ടോ കേട്ടോ. കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ മനസ്സിലുള്ളതും നിങ്ങൾ ചെയ്യുന്നതും മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ അത് തന്നെ ചെയ്തോ. നമുക്ക് യാതൊരു വിഷയമില്ല. കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ കാരണം നിങ്ങൾ ചെയ്യുന്നതായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുമോ എന്ന് പറയുന്നത്. ഭയങ്കര വെട്ടല്ല അത്. നിങ്ങൾ ചെയ്യുന്നതായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുമോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. സ്വന്തം സ്വഭാവം വിളിച്ച് പറയുന്നതൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്ത കാര്യം. നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. നമ്മൾ എങ്ങനെയും ജീവിച്ചോളാം. പിന്നെ തെണ്ടിയിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. പോട്ടെ, നമുക്കത് വിടാം. കുറേ വേറെ കാര്യങ്ങൾ വിടാം. അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും സപ്പോർട്ട് ഇനിയും ചെയ്യണേ. സപ്പോർട്ട് ചെയ്ത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം കേട്ടോ. അല്ലേ? ചിരിയാണ് കേട്ടോ, ചിരി. നമ്മളെ ഈ ലൈറ്റിൻ്റെ വെട്ടം എനിക്കറിയത്തില്ല കേട്ടോ. ഇത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അതാണ് ഞാൻ ഇടയ്ക്ക് നോക്കുന്നത്. കൂട്ടാനും കുറേ ഇപ്പോൾ കുഴപ്പമില്ല. ഭയങ്കര വെട്ടമായിട്ട് അന്നേരം ഒരു മാതിരി മറവ് പോലെ വരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഫിസിയോതെറാപ്പിക്ക് പോകണം. ഫിസിയോതെറാപ്പി സെൻ്ററിൽ ഒരു മോനെ നടന്ന് പോകുവാണ്. ആൾ ഫിസിയോതെറാപ്പിക്ക് വന്ന് ഇരുന്ന് നിരങ്ങിയ വന്നത്. ആളിന്ന് നടന്നു പോകുവാണ്. അതിൻ്റെ ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലേ, സുമിതയാണ് പോകുന്നത് ഇന്ന് മോനെ കൊണ്ട്. ഒരുപാട് സന്തോഷമാണ് കേട്ടോ. കാരണം വന്നിട്ട് ഒരു കുഞ്ഞ് നടന്നു പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കഴിവൊക്കെ തന്നെയല്ലേ, അല്ലേ? അതെ. ഒരാൾ നമ്മളെ തളർത്തുമ്പോഴേ 1000 പേര് നമ്മുടെ കൂടെ നിൽക്കാനുണ്ടാവും കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഈ സമയം എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മൾ കണ്ടെത്തിയാൽ മതി. നമുക്കപ്പോൾ എല്ലാത്തിനും സമയം തികയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സന്തോഷമുള്ള കാര്യം ഇതാണ്. മാളുകൊച്ചി കേക്ക് ഉണ്ടാക്കിയത് നമ്മുടെ 15 കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മുറിച്ചതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. നല്ല അടിപൊളി കേക്കായിരുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ പിറന്നാളിനും മാളു ചേച്ചി തന്നെ കേക്ക്. അതുകൊണ്ട് ഇച്ചിരി പിരിവിരിപ്പാട്ടോ. ഇപ്പോൾ ഇച്ചിരി ആയിക്കഴിഞ്ഞപ്പോഴേ ഇച്ചിരി പിരിവിരിപ്പ് കൂടുതലാണ്. ചില സമയം ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയല്ല ഇതിനെ. ഈ ചെടുക്കൽ ഞാൻ ചില സമയം പിടിച്ചാലൊന്നും ഈ ചെടുക്കിനെ കിട്ടത്തില്ല, അല്ലേ? ഇനി എപ്പോഴും കുഞ്ഞാവ്, നമ്മുടെ കുഞ്ഞാവ്, ഇത് കുഞ്ഞാവ്. കുഞ്ഞാവല്ലേ? ആ കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ 15 കഴിഞ്ഞതിന്? അപ്പോൾ അപ്പുറത്ത് തട്ടും മുട്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നിർത്തുവാണ്. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.